ഞങ്ങൾ റീച്ചായി. പിന്നെ യൂട്യൂബ് മിണ്ടായിരിക്കാം. എൻ്റെ എക്സൈറ്റ്മെന്റ് കാണണ്ട ഗൈസ് അല്ലേ? എനിക്ക് ആര് കണ്ടാന്ന് കുഴപ്പമില്ല. നോക്കാം പോളിഷ് ചെയ്ത് റിബണൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ സർപ്രൈസ് ചെയ്യാൻ ആദ്യമേ പൊട്ടിച്ചല്ലേ. കുഴപ്പമില്ല. എങ്ങനെയുണ്ടാ? റെഡി ആയല്ലേ? ഇനി പോയിട്ട് അകത്ത് പോയിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഗൈസ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ, എക്സൈറ്റഡ് ഓ കൊതിച്ച വണ്ടി തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാം ആർക്ക് നന്ദി. ഇതൊക്കെ ആർക്ക് നന്ദി. ഫാം ഇവിടെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതെ, ആ വാട്സപ്പിൽ കണ്ട നമ്പറിലേക്ക് ആരും വിളിക്കരുത് കേട്ടോ. ഇനി വണ്ടി പുറത്തെടുപ്പുണ്ട്. ഉദ്ഘാടനം ചെയ്യാനുള്ള സംഭവം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ഫാം വൈകുന്നേരം ഉച്ചയ്ക്ക് വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പം ഇവിടെ എത്തിയതാണ്. ഓക്കെ, 4 ഒരു 3-3:30 ആയപ്പോഴും എത്തിയേക്കുന്നത്. ഇപ്പോൾ ടൈം നോക്കാം 6:15. ഇപ്പോഴാണ് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയത്. ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേപ്പർ വർക്കിലെ. അമ്മയുടെ പേര് മാറി, ജാതകം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ ഒരു ചേട്ടൻ എന്ന് പറയാം. പക്ഷെ കണ്ട നല്ല സൈസും തടിയൊക്കെ ഉണ്ടെങ്കിലും 22 വയസ്സേ ഉള്ളൂ ചെക്കന്. നോക്കുമ്പോൾ പുള്ളിക്കാരൻ സമാധാനത്തോടെ ഇരുന്ന് കാര്യങ്ങൾ ഇത്ര ഞാൻ പറഞ്ഞില്ലേ 3-4 മണിക്കൂറൊക്കെ ഒരു ലോണ് പാസ്സാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിന്ന് ഒരു ചെറിയ ഡീറ്റെയിൽ പോലും. ചേത്തൻ എന്നാണ് ആളുടെ പേര്. IDFCയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് ദം. ഓക്കെ, 800 അതിൻ്റെ ഇത് ഞാൻ ഡീറ്റെയിൽ നോക്കിയിട്ട് ഞാൻ പറയാം. 800 ഏകദേശം അവിടെയായിട്ടാണ് വരുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക്. ഓക്കെ, എനിക്ക് ഇന്നലെ രാവിലെയൊക്കെ ആയിട്ട് ഒരു 1,10,000 രൂപ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എലിജിബിളാണ്, നിങ്ങൾ വേണമെങ്കിൽ വന്ന് എടുത്തോ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും 4 ലക്ഷം രൂപയും അതേ ബാങ്കിൽ നിന്നാണ് പാസ്സായി കിട്ടിയേക്കുന്നത്. വണ്ടി നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? വണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറ്റി നിർത്തിയേക്കും കേട്ടോ. ഞാൻ കാണിച്ചില്ല ഒന്നുകൂടെ വണ്ടി. 3, 2, 1 ടച്ചടാ. ഇതുണ്ടോ? എങ്ങനെയുണ്ട്? ഇതാണ് സനുവേ ഫൈനലി റിബണൊക്കെ കെട്ടിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ടേ. എന്താ സ്പിന്നിയുടെ വലിയ ചാവിയൊക്കെ ഉണ്ട്. സ്പിന്നിയാണ് കേട്ടോ നമ്മുടെ അടുത്ത മൈസൂർ റോഡ് സ്പിന്നി. സെക്കൻഡിനാണ്. ഏകദേശം ഒരു 5:44 വരുന്നുണ്ട്. പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ വേണം ഓടിച്ചുകൊണ്ട് പോകാൻ. അതാണെങ്കിലോ ട്രാഫിക്കിൻ്റെ പീക്ക് ടൈമാണ്. ഉച്ചയ്ക്ക് വന്നതേ ട്രാഫിക്ക് കുറവായിരിക്കുമല്ലോ, തട്ടാതെ മുട്ടാതെ വീട്ടിൽ കൊണ്ടിടാൻ. അമ്മയ്ക്കൊക്കെയാണ് പള്ളിയിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയിൽ പോക്കൊക്കെ ഞങ്ങളുടെ ക്യാൻസൽ ചെയ്തു. എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടാ? എവിടെയാ സ്ക്രാച്ചോ? അതാ ഇവിടെ എന്താ കണ്ടോ ഈ ഡോറയിലെ ഒരു വട്ടം അങ്ങോട്ട് അവിടെ പോവാം. അവിടെ നിന്നാ കാണാൻ പറ്റും. കാണാ ഒരു കുഴി പോലെ കണ്ടോ? പിന്നെ മൈനർ സ്ക്രാച്ച് പെയിന്റിൽ അവിടെ എവിടെയൊക്കെ ചെറിയ പക്ഷെ കണ്ടാൽ തോന്നത്തില്ലല്ലോ, ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്താ? ഇത് ബാജാണ്, പറഞ്ഞു പോകാൻ തോന്നുന്നു. അപ്പുറത്ത് നോക്കട്ടെ, അത് നമുക്ക് വേറെ ഒട്ടിക്കാം. അല്ല ഡിസൈൻ തന്നെ കേട്ടോ. ബാജ് വല്ലതും ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി വണ്ടി ഡെലിവറി ആവട്ടെ ഗൈസ്. ഇതുവരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ്, പക്ഷെ അതിലൊരു 14,000 രൂപയുടെ പേയ്മെൻറ്റ് സ്റ്റക്കായിട്ടുണ്ട്. അവർക്കത് റിസീവ് ആയിട്ടില്ലെന്ന് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ഓൾറെഡി ട്രാൻസാക്ഷൻ ഡണ്ണെന്നാണ് കാണിക്കുന്നത്. എന്നാലും വണ്ടി ഇങ്ങനെ അകത്ത് കയറിയിരിക്കാനുള്ള സാവ്യൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും സ്ക്രാച്ചൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞ പോലെ വെട്ടത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ സ്ട്രൽ മാർക്സോ അങ്ങനെ പറയത്തില്ലേ. അമ്മ വിളിക്കുന്നു ഒരു മിനിറ്റേ ഗൈസ്. ഞാനൊരു കുട്ടാപ്പനെ കാണിക്കാവേ. എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പുറത്ത് നോക്കാവേ, ഉണ്ടോ നോക്കണ്ടോ എന്നെ നോക്കിയിരിക്കും അവിടെ. വാവുണ്ട്, ഞാനങ്ങ് ഓടി വരും. ഒരു കാല് വയ്യാത്ത അങ്കവൈലികനാണ്. എന്നെ കളിപ്പിച്ചാ കുറേ നേരം. എന്നെ വിട്ട് പോകുന്നില്ല കേട്ടോ. എന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഇന്നിട്ട് ഓടി വരിക. കടിക്കും കൈസ്. വന്നിട്ട് വാ ഇങ്ങനെ വയ്ക്കും. കടിക്കത്തില്ല, വാ ഇങ്ങനെ
അവനെ ഓടിക്കാനാ പറയുന്നത്. കണ്ണ് എഴുതിയ പോലെ ഉണ്ട് കണ്ടോ. ഫൈനലി ഇവിടുന്ന് ഇറങ്ങുകയാണ്. മണി 8:14 അയക്കണേ. ഒരു 14,000 രൂപ ഏത് നേരത്താണോ ഉണ്ടാക്കാൻ തോന്നി, അതുകൊണ്ട് അവിടെ ബ്ലോക്കായി ഗൈസ്. ഇനി കാറിന് ഡെലിവറി എടുക്കാൻ പോണേ. കണ്ടുള്ള നൈറ്റായി ഗൈസ്. ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ മടിയാവുന്നു ഇവരായിട്ടുള്ള ഫോട്ടോ. നമ്മളൊന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ടൊരു ഫോട്ടോ എങ്കിലും എടുക്കണ്ടല്ലേ, മോശമല്ലേ. പക്ഷെ എങ്ങനെയാ ഗൈസ്, നമുക്ക് സൈഡ് ആംഗിൾ എടുത്താലോ? എന്നാൽ പിന്നെ ഇങ്ങനെ എടുത്താലോ? വണ്ടിയിൽ നിന്ന് ചായ കൊടുക്കുന്നൊരു ഫോട്ടോ എടുക്കുന്ന പതിവാണ്, ഒരു സ്റ്റാറ്റസിലായിരുന്നു അല്ലേ? കുഴപ്പമില്ല, ഈ ഒരു ആംഗിളാണെങ്കിലും മതി. ഈ ബ്ലാക്ക് കാർ വേണ്ട അല്ലേ? ഇവർ ഫിഷ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. എന്നാലും ഇറങ്ങാണ് ഗൈസ്. അമ്മയാണെങ്കിലോ അതിൽ തെറി മാത്രമേ വരുന്നുള്ളൂ. അതിൽ വാ വീട്ടിൽ പോവാൻ മതിയെ, അമ്മമാരോട് പറ, തൊലിയന്മാരോട് പറ ഉണ്ടാക്കേണ്ടതാണ്. രാവിലെ വന്ന നേരെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് പോലും എടുത്തില്ല, മനസ്സിലായില്ലേ? നേരെ ഇങ്ങോട്ട് വന്ന് അപ്പോൾ പിന്നെ ആ ബൈ അപ്പോഴത്തേക്കിനും പിന്നെ ദേഷ്യം കാണത്തില്ല. പോരാത്തിന് മഴയും ചാർന്ന് നിൽക്കുക. അവരിതാ എന്തൊക്കെയോ എടുക്കുന്നത്. നമ്മുടെയോ ഈ ഇട്ടത്ത് എന്തോ ഫോട്ടോ കിട്ടാനോ? ഞാൻ നാളെ ആ വലിയ ചാവി അമ്മയ്ക്ക് അങ്ങോട്ട് തരാം. ആ വലിയ ചാവി ഞാൻ അമ്മയ്ക്ക് കൈമാറാന്ന് പറയാം. ഗിഫ്റ്റോ ഗൈസ്? ആ പോവാം. പക്ഷെ ഇത്ര ധൃതി ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് മറക്കത്തില്ല. ആകെ ടിഷ്യൂവും ഒരു പെട്ടിയും മാത്രമേ ഉള്ളൂ. കടി എന്തായാലും ഗൈസ്, സ്വപ്ന വണ്ടി എൻ്റെ കൈ കൊണ്ട് ഞാൻ എൻ്റെ റോഡിൽ ആദ്യമായി ഓടിക്കാൻ പോവാണ്. അമ്മ അറിയാൻ നോക്കി കണ്ടു. എന്നെ അവിടെ വീട്ടിലെത്തും വരെ 100 തവണ പറയുമായിരിക്കും. സ്പീഡ് ട്രാഫിക്കിന്റെ പീക്ക് ടൈമാണ് ഗൈസ്. 6 തൊട്ട് ഇനി ഒന്നുമില്ല. ചാവിയൊക്കെ തരണ്ട അവര്. ചാവി തരും. ചാവി കൊണ്ട് അല്ല, അതിൻ്റെ അത് ടിഷ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാ. ഈ വലിയ ചാവി കണ്ടോ? ഈ ചാവി അമ്മയ്ക്ക് തരും. ഞാൻ വീഡിയോ എടുക്കാം. അമ്മ വാങ്ങണം കേട്ടോ. ഇപ്പൊ പോണം. ഈ ഒരു സൈഡ് ആംഗിൾ മതി, കാരണം വണ്ടിയും കാണാൻ വെട്ടവും ഉണ്ട്, അമ്മേനെയും കിട്ടും. ഓക്കെ, ഏത് ചാവി? ഇവര് ഫോട്ടോ എടുക്കാൻ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലോട്ട് തരുന്ന ചാവിയാ. സ്ക്രോൾ മാർക്സ് ഉണ്ട്. ഇല്ല ഗൈസ്, ആ 14,000 രൂപ നമ്മുടെ സൈഡിൽ നിന്ന് അത് പോയിട്ടുണ്ട് ഗൈസ്. പക്ഷേ എന്താണ് അവർ പറയുന്നത്, അവർക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കാണിക്കുന്നില്ല. മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഡീഫോഗറൊക്കെ. അപ്പോൾ നമ്മുടെ കയ്യിലും ബാലൻസ് ഒന്നുമില്ല ഗൈസ്. എൻ്റെ കയ്യിലുണ്ട്, അത് നുള്ളി പിടിച്ച 4 രൂപ അതിൻ്റെ കയ്യിലുണ്ട്. അത് 6 രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. പൈസ ലിക്വിഡായിട്ട് കൈ പിടിക്കണമെന്നോ? അത് കസ്റ്റോളിൽ ചെന്നപ്പോൾ പഠിച്ചൊരു പാടോ. ചെന്ന് പെട്ടെന്നേ നെറ്റ്വർക്ക് ഒന്നും ഇല്ല. ആ പൂവ് അമ്മ ധൃതി വെക്കില്ല. 5 ലിറ്റർ പെട്രോൾ അടിച്ച് തന്നിട്ടുണ്ട് ഗൈസ് ഒന്ന്. ആ വണ്ടി കയറി കിടന്നു വന്നിട്ട്. സന്ധ്യ വരികയാണ്. ഓക്കെ, എന്നാ നിൽക്കേ, അമ്മ ചാവി വാങ്ങിച്ചേക്കട്ടെ. അമ്മയുടെ വീഡിയോ എടുക്കാം. ഏതാ? വലിയ ചാവിയാ തരുന്നത്. കാറിൻ്റെ ചാവി അല്ലാതെ തരും, കൈ തരും. ഞാൻ ഫോണിൽ നോക്കട്ടെ ഗൈസ്, ഏത് ആംഗിളിലാണ് ഇതുള്ള ലൈറ്റ്. വലിയ ചാവി ഒന്നും കൊണ്ടുപോകാനൊന്നും തരത്തില്ല. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഒരു ആംഗിൾ മതി. കണ്ടില്ലേ, ഇങ്ങനെ വരുന്നത്. നേരെ നിൽക്കാം. ഉടുപ്പൊക്കെ ഒന്ന് നേരെ പിടിച്ചിട്ട്. ഇല്ല, ഈ ആംഗിൾ പോതാ ലൈറ്റ് ഇല്ല. അതൊക്കെ ചുമ്മാ കൈ നീട്ടി വാങ്ങിച്ചാൽ മതി, വേറൊന്നും ഇല്ല. ഇങ്ങനെ അവാർഡ് വാങ്ങുന്ന പോലെ. അടിപൊളി അടിപൊളി. സ്മൈൽ. അടിപൊളി. അയ്യോ പോതിക്കേ. 3, 2, 1 ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു.
ಅಣ್ಣ ತುಂಬ ಥ್ಯಾಂಕ್ಸ್ ಅಣ್ಣ. ಅಣ್ಣ ಅದು ರಿಟರ್ನ್ ಬಂದಾಗ ಇಲ್ಲ, ರಿಟರ್ನ್ ಬಂದಾಗ ನಿಮ್ಗೆ ಏನಾದರೂ ಕೊಡ್ತೀನಿ. ഫസ്റ്റ് എൻട്രി ആണ്. ഡ്രൈവർ സീറ്റിൽ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഷെയർ ആണ് ചെയ്തത്. ഞാൻ എൻ്റെ അകത്തിരുന്ന് ഓടിച്ചു കേട്ടോ. ബാക്കിലുണ്ട് ഇത് നോക്കാം. സാവി കണ്ടല്ല ഗൈസ്. ES എൻട്രി ഒക്കെ ഉണ്ട്. വാ, ആ ബിൽഡ് ക്വാളിറ്റി കേട്ടോ ഗൈസ്. നിങ്ങൾ ആ അട്ടയുന്ന ശബ്ദം കേട്ടോ. മതി. ശരി എന്നാ വണ്ടി എടുക്കട്ടെ. എങ്ങനെയായാലും വീട്ടിൽ വന്ന് നിർത്തി പിടിച്ചു. അടഞ്ഞു വാ ഗൈസ്. വണ്ടി ഓടിക്കുന്ന വീഡിയോ കാണിക്കണം, ഇടയ്ക്ക് എടുക്കാം കേട്ടോ. അമ്മേനെ കൊണ്ട് എടുപ്പിക്കാം. വീട്ടിൽ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇന്ന് രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയിലൊക്കെ പോയി. പക്ഷെ അതിനൊന്നും ഞാൻ ക്യാമറ എടുത്തില്ല. ക്യാമറ വണ്ടി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ സ്റ്റോറേജ് ഇങ്ങനെ ഫുള്ളായിട്ട് വണ്ടി എടുക്കാൻ നിന്നില്ല. ഇപ്പം അതെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ സർവീസ് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരെ പോയിട്ട് അമ്മേനെ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വന്നു. ഇതുണ്ടല്ലോ വണ്ടിയുടെ കോലം കണ്ടോ. അതുകൊണ്ട് നല്ല വൃത്തി പോളിഷാക്കി തന്നതാണ്. ഒരു ബസ്സുകാരൻ്റെ കീഴോട്ട് ഞാൻ ചെന്ന് ചാടി കൊടുത്ത്. ബസ്സുകാരൻ ചെന്ന് കുഴിയിലോട്ട് ചവിട്ടും. സോ ഇതാണ് പാർക്കിംഗ് സ്പോട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസിൽ പറയാം. നിങ്ങൾക്ക് ഞാനെടുത്ത വണ്ടിയുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫീലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. എന്നാൽ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ പരിപാടി എന്താ നോക്കാം. നേരെ ഷാലുവിനെ പോയി പിക്ക് ചെയ്യാൻ പോകണേ. ഇവനെ ഞാൻ നോക്കി വെച്ചിരുന്നത് ഗൈസ് കണ്ടോ, നേരെ ഫ്രണ്ടിന്. പക്ഷേ പേടിത്ത് പറഞ്ഞു കേട്ടോ, ഇവനെ വളർത്താൻ വേണ്ടി ഇവിടെ തന്നെ ഉള്ളതാണ്. പിന്നെ ഇവിടെ 4-5 എണ്ണം ഒന്നിച്ച് കിടക്കുന്നുണ്ടേ. എടുത്ത് വളർത്തിയിട്ടും കാര്യമില്ല. നമുക്ക് എല്ലാവരും ഒരുപോലെ കാണാമല്ലോ വളർത്താനാണെങ്കിൽ. അപ്പോൾ ഗൈസ് ശരി എന്നാൽ ഷാലുവിനെ പോയി പിക്ക് ചെയ്യണം. നേരെ സർവീസ് സെൻറ്ററിലോട്ട് പോകണം. വണ്ടിക്ക് എന്തൊക്കെ ഫോൾട്ട് ഉണ്ടെന്നൊക്കെ നോക്കണം. ഓക്കെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണല്ലേ അവിടെ നിന്ന് സ്പിന്നിൽ നിന്ന് കിട്ടിയ തലയാണ്. ടിഷ്യൂ ബോക്സും ഉണ്ട്. ശരി എന്നാൽ പോട്ടെ. ടൈമില്ല. പുതിയൊരു കമ്പനിക്കാരനാണ്. ആദിൽ ഗൈസ്. ഷാലു വണ്ടി എടുക്കാൻ പോകണം. നോക്കാം എന്താണ് ഓടിച്ചു നോക്കിയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, ഇവിടെ വന്നപ്പോൾ നമ്മൾ സർപ്രൈസ് ആയി കേട്ടോ. വോക്സ് വാഗന്റെ ഷോറൂം അവിടെ തന്നെ ഉണ്ട്. BYD ഇവിടെ തന്നെ ഉണ്ട്. ഫോർഡിന്റെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല സർവീസ് എക്സ്പീരിയൻസ്. സർവീസ് ചെയ്തില്ല, വണ്ടി അടിപൊളി വണ്ടി കേട്ടോ. 20,000 കിലോമീറ്റർ ചിലർക്ക് സംശയം ഉണ്ടാവും മറ്റേ മീറ്റർ ഇത് ചെയ്താലൊക്കെ. നമ്മൾ ഫോർഡിൻ്റെ ഷോറൂമിൽ നിന്ന് സർവീസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ ആൾ പറഞ്ഞ് കിലോമീറ്റർ ജെനുവനാണ്, എഞ്ചിനൊക്കെ പക്കയാണ്, സസ്പെൻഷൻ ഒന്നും ചെയ്യാനൊന്നുമില്ല, അലൈൻമെൻറ്റ് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലെഫ്റ്റിലോട്ടൊരു പുള്ളിങ് ഇങ്ങനെ തോന്നിയത്, സ്റ്റിയറിങ് വിട്ടു അടിക്കുമ്പോൾ മാത്രം. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇന്നലെ വണ്ടി എടുത്ത പാടേ എനിക്കത് തോന്നിയായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരൻ പറഞ്ഞാൽ അലൈൻമെൻറ്റ് ചെയ്യണം, അലൈൻമെൻറ്റ് പോയിരിക്കുക. പിന്നെ ബാക്കിലത്തെ 2 ടയറും നല്ല പുതിയ ടയറാണ്. ബാക്കിലത്തെ ടയറൊന്നും ഒരു കുഴപ്പമില്ല. അത് മാറ്റി നേരെ ഫ്രണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഫ്രണ്ടിലത്തെ ടയർ ബാക്കിലേക്ക് ഇടാനും പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഹൈ ബീം ഒരു നാക്കാണ്. ഇതിൻ്റെ സ്വിച്ചൊക്കെ വേറെ ടൈപ്പ് സ്വിച്ചാണ്. ഒരു ചെറിയ നാക്കൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ടായിരിക്കും നമുക്ക് നാക്കായിട്ട് തോന്നുന്നു കേട്ടോ. എന്തായാലും അലൈൻമെൻറ്റ് ഇവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മധൂസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെയൊക്കെ കാണും. അവിടെ കയറിയാൽ മതി. അവർ നല്ല വൃത്തിക്ക് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. പിന്നെ ഇൻസ്പെക്ഷൻ്റെ ചാർജ് ഒന്നും നമ്മുടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ. ഞാനൊരു 300 കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഷാലു പറയുന്നത് 100 രൂപ കൊടുത്താൽ മതിയെന്ന്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം പുള്ളി ഇത്രയും ജെന്യുവനായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. പുള്ളിയുടെ പേരെന്തോ പേര് ചോദിക്കാൻ വിട്ടുപോയി. പേരെന്തോ വിട്ട പേര്, നല്ല പേര്, കിട്ടാത്ത പേര്. എന്റെ ഇതുണ്ട് കേട്ടോ. നമ്മൾ എന്റെ ഇത് ചെയ്യണം. गेट पास नहीं दिया? नहीं जस्ट इंक्वायरी के लिए आया. इंक्वायरी പോക്കോളാൻ പറഞ്ഞേ. പെട്രോൾ അടിച്ചോ. പിന്നെ എൻ്റെ അടുത്ത് പ്രത്യേകം വാൺ ചെയ്തായിരുന്നു, പെട്രോൾ ഇങ്ങനെ എപ്പോഴും കുറച്ച് വെക്കാൻ നിൽക്കണ്ട, റിസർവില് വന്നാൽ തന്നെ അടിച്ചോളാൻ പറഞ്ഞു. പെട്രോള് എന്തായാലും ഇതപ്പോ ഇങ്ങനത്തെയൊക്കെയാണ് കാര്യം. അലൈൻമെന്റ് മാത്രമേ ഉള്ളൂ വണ്ടിയിൽ മിസ്റ്റേക്ക് ആയിട്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. പെട്രോൾ പേടിക്കട്ടെ. ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ. ഇതിൻ്റെ അത് സ്റ്റോറേജ് ഇല്ല കേട്ടോ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ വണ്ടിയുടെ വിശേഷങ്ങൾ. ഈ വ്ളോഗ് എന്തായിട്ട് അപ്ലോഡ് ആയി വരുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആ ട്രിപ്പിലെ വീഡിയോ ഒക്കെ നമുക്ക് ഒന്നതായിട്ട് കാണാം. ഓക്കെ എന്നാൽ ശരി.